സാധാരണ പറയാറുണ്ടല്ലോ, നിങ്ങളുടെ ചുറ്റുപാടിൽ ഭൂതപ്രേതങ്ങളോ ഏതെങ്കിലും അദൃശ്യ ശക്തികളുടെ സാന്നിധ്യം അനുഭവപ്പെട്ടാൽ ക്ഷേത്രത്തിലേക്കോ മസ്ജിദിലേക്കോ ചർച്ചിലേക്കോ പോകണമെന്ന്. പക്ഷെ നിങ്ങൾ അവിടെ ദൈവമുണ്ടാകും, എന്നെ രക്ഷിക്കും എന്ന് വിശ്വസിച്ചു പോകുന്ന ആ സ്ഥലം തന്നെയാണ് ഹോണ്ടഡ് ആയാൽ എന്ത് ചെയ്യും? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇംഗ്ലണ്ടിലെ ഒരു ചർച്ചിന്റെ കഥയാണ്. ഒരു പഴയ ചർച്ച്, പക്ഷെ അതീവ ഹോണ്ടഡ് എന്ന് പേര് കേട്ട സ്ഥലം. അവിടെ 14-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഒരു ഭീകരമായൊരു കോസ്റ്റ്, ഒരു ഈവിൾ സ്പിരിറ്റ് അവിടെ അലഞ്ഞു തിരിയുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് ആ സ്ഥലം ഇംഗ്ലണ്ടിലെ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ് എന്ന പേരിൽ തന്നെ പ്രശസ്തമാണ്. അതുമാത്രമല്ല, അവിടുത്തെ പല പത്രങ്ങളിലും ഈ സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ടുകൾ വന്നിരുന്നു. അപ്പോൾ ഒരു ഹോണ്ടഡ് സ്ഥലം ഉണ്ടെന്ന് കേട്ടാൽ ആദ്യം അവിടെ പോകേണ്ടത് ആരാണ്? പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് തന്നെ. കാരണം അവരാണ് ശരിക്കും അവിടെ എന്തെങ്കിലും അതിഭൗതിക ശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തുക. ഈ സ്ഥലത്തും അത്തരത്തിലുള്ള അന്വേഷകർ എത്തിയിരുന്നു. അത് ആരാണെന്ന് അറിയാമോ? ലോക പ്രശസ്തമായ വാരൻ ദമ്പതികൾ, എഡ് ആൻഡ് ലോറൈൻ വാരൻ. ഇവരെ നിങ്ങൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ദ കോൺജറിംഗ് സീരീസ് മുഴുവനും ഇവരുടെ യഥാർത്ഥ കേസുകളെ അടിസ്ഥാനമാക്കിയതാണ്. അതുപോലെ അനബെല്ല സിനിമയിലെ യഥാർത്ഥ അനബെൽ ഡോൾ പോലും ആദ്യം ഇവരുടെ വീട്ടിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. അവർ ഈ ലോകം കണ്ട ഏറ്റവും പ്രശസ്തമായ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സിൽ ഒരാളാണ്. പക്ഷേ അവരുടെ ജീവിതത്തിലും ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. കാരണം ആ ചർച്ചിലെത്തിയപ്പോൾ അവരോടൊപ്പം പോലും ആ ഈവിൾ സ്പിരിറ്റുകൾ അവരുടെ കളി കളിക്കുകയായിരുന്നു. അവർ പോലും ഭയന്നു. ഇന്ന് നമ്മൾ അതേ കഥയെക്കുറിച്ചാണ് കൂടുതൽ അറിയാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള കൂടുതൽ ഹൊറർ, മിസ്റ്റീരിയസ്, ഹിസ്റ്റോറിക്കൽ വീഡിയോസ് കാണാനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ കഥ തുടക്കുന്നത് ഏകദേശം 1979 കാലഘട്ടത്തിലാണ്. അന്നാണ് എഡ് ആൻഡ് ലോറൈൻ വാരൻ ഇംഗ്ലണ്ടിലെ ഒരു പഴയ ചർച്ചിനെ കുറിച്ച് അറിയുന്നത്. ഒരു ചർച്ച്, പക്ഷെ അവിടെ ആരും പോകാറില്ല. പൂർണ്ണമായും ഒരു പഴയ ബംഗ്ലാവ് പോലെ മാറിപ്പോയൊരു സ്ഥലം. ചർച്ച് ഔദ്യോഗികമായി എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ആരും അവിടെ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. അവിടുത്തെ ചുറ്റുപാടിലും ആളുകൾ നടക്കാറില്ല. കാരണം നാട്ടുകാർ പറയുന്നത് ആ പ്രദേശം മുഴുവനും ഭൂതപ്രേതങ്ങളുടെ സാന്നിധ്യം നിറഞ്ഞതാണെന്നാണ്. അകത്ത് പ്രേതാത്മാക്കൾ അലഞ്ഞു തിരിയുന്നുവെന്നും അവർ വിശ്വസിക്കുന്നു. അതിനാൽ സ്വാഭാവികമായും എഡ് ആൻഡ് ലോറൈന് തോന്നിയത്, ഒരു സ്ഥലം ഇങ്ങനെ ഈവിൾ സ്പിരിറ്റുകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ പോയി അന്വേഷിക്കണം, ആവശ്യമെങ്കിൽ എക്സോസിസം ചെയ്യുകയും വേണം. അങ്ങനെ ഒരു അവസരത്തിനായി കാത്തിരുന്നു. നമ്മൾ നേരിട്ട് പോയി കണ്ടു മനസ്സിലാക്കാമെന്നവർ തീരുമാനിച്ചു. അവസാനം അവരവിടെ പോയി. ആ ചർച്ചിലെത്തുമ്പോൾ സമയം ഏകദേശം രാത്രി 12 മണി. എഡ് ആൻഡ് ലോറൈൻ്റെ ടീം അകത്ത് കാല് വെച്ച് ഉടൻ തന്നെ ലോറൈൻ ഒരു വിചിത്രമായ കണക്ഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇവിടെ എന്തോ ഒരു ശക്തിയുണ്ട്, അതെന്നോട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ. അതേ നിമിഷം തന്നെ ലോറൈൻ തൻ്റെ മുന്നിൽ ഒരു നിഴൽ രൂപം കണ്ടു. ആ നിഴൽ ഒരു നൺ ധരിക്കുന്ന വസ്ത്രം ധരിച്ചിരുന്നു. അങ്ങനെ ആ നൺ വേഷത്തിൽ നിന്ന് ആ രൂപം ഒരേ ഒരു കാര്യമാണ് ചെയ്തത്. അത് നേരെ ലോറൈനെ നോക്കി നിന്നു. എന്നിട്ട് ആ രൂപം ഒന്നും ചെയ്തില്ല. അത് തിരിഞ്ഞ് ചർച്ചിന്റെ ആൾട്ടറിലേക്ക് നടന്നുപോയി. ഈ സംഭവത്തിന് ശേഷം ലോറൈൻ ഒരു കാര്യം ഉറപ്പായി, ഈ ചർച്ചിൽ ശരിക്കും ഒരു പ്രേതാത്മാവ് അർദ്ധരാത്രിയിൽ അലഞ്ഞു തിരിയുന്നുണ്ട്. അതൊരു നണ്ണിന്റെ ആത്മാവാണ്. പക്ഷേ അവൾ ഒറ്റയ്ക്കല്ല, അവളോടൊപ്പം ഒരു പ്രീസ്റ്റിന്റെ ആത്മാവും അവിടെ അലഞ്ഞു തിരിയുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. ഇതിനുശേഷം എഡ് ആൻഡ് ലോറൈൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രീസ്റ്റിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ ഒരു നണ്ണിന്റെ ആത്മാവ് അലഞ്ഞു തിരിയുന്നത് കണ്ടു. ഇത് കേട്ട ഉടൻ തന്നെ ആ പ്രീസ്റ്റ് ഭയന്ന് ഓടിക്കൊണ്ട് പ്രെയർ റൂമിലേക്ക് പോയി. അവിടെ ചെന്ന ഉടൻ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കണ്ടതോടെ എഡ് ആൻഡ് ലോറൈന് വളരെ അമ്പരപ്പായി. ഞങ്ങൾ അങ്ങനെ എന്താണ് പറഞ്ഞത്? ഇത്രയും ഭയന്ന് ഓടിച്ചെന്ന് പ്രാർത്ഥിക്കാൻ എന്താണ് കാരണം? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവർ പ്രീസ്റ്റിന്റെ അടുത്തേക്ക് പോയി ചോദിച്ചു, ഫാദർ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ട്? ഞങ്ങൾ പറഞ്ഞതിൽ എന്താണ് ഇത്ര ഭീകരമായത്? ഇപ്പോൾ പ്രീസ്റ്റ് വളരെ ഭയത്തോടെ പറഞ്ഞു, നിങ്ങളിപ്പോൾ പറഞ്ഞത് അതിൽ ചെറിയൊരു സത്യമുണ്ടെങ്കിൽ പോലും വലിയൊരു ഭീകരമായ ഒന്നാണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത്. എന്നിട്ട് ആ പ്രീസ്റ്റ് പറഞ്ഞു, നിങ്ങൾ പറയുന്ന ആത്മാവിനെ വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഇല്ലാതാക്കിയിരുന്നു. നിങ്ങൾ ശരിക്കും അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം വലിയ ബുദ്ധിമുട്ടുകൾക്ക് ശേഷം ഞങ്ങൾ അടച്ചുപൂട്ടിയ പഴയ ആത്മാവ് വീണ്ടും ഉണർന്നിരിക്കുന്നു എന്നാണ്. ഇനി ഒരു പക്ഷെ അവളെ തിരികെ തടയാൻ പോലും കഴിയില്ല. ഇത് കേട്ടപ്പോൾ എഡും ലോറൈനും ഞെട്ടി. അവർ ചോദിച്ചു, നിങ്ങൾ ഏത് ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്? അതൊരു നണ്ണായിരുന്നു. പ്രീസ്റ്റ് പറഞ്ഞു, അതെ, നൺ തന്നെയാണ്.
ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ചർച്ചിന്റെ ചരിത്രം മനസ്സിലാക്കണം. ഈ കഥ യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് 14-ാം നൂറ്റാണ്ടിലാണ്. അന്ന് ആ ചർച്ചിൽ നിരവധി നൺമാർ താമസിച്ചിരുന്നു. അവരിൽ ഒരാൾ മറ്റുള്ളവരിൽ നിന്നും അല്പം വ്യത്യസ്തയായിരുന്നു. അവൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതേസമയം മറ്റൊരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ചില സന്യാസിമാരും അവിടെ കുറച്ചു കാലത്തേക്ക് താമസിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ആ നണ്ണിനും ഒരു പ്രത്യേക സന്യാസിക്കും തമ്മിൽ ഒരടുപ്പം രൂപപ്പെടാൻ തുടങ്ങി. ആ ബന്ധം ക്രമേണ കൂടുതൽ ശക്തമായി. പക്ഷെ അധികം വൈകാതെ തന്നെ ഇക്കാര്യം മുഴുവൻ ചർച്ച് കമ്മ്യൂണിറ്റിയും അറിഞ്ഞു. നമ്മുടെ ചർച്ചിലെ ഒരു നൺ ഒരു സന്യാസിക്കൊപ്പം അനാചാര ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അത് അവർക്കൊട്ടും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ ചർച്ച് അധികൃതർ ആ സന്യാസിക്ക് വധശിക്ഷ വിധിച്ചു. അവനെ തൂക്കിലേറ്റി. പക്ഷേ അവരതോടുകൂടിയും അവസാനിപ്പിച്ചില്ല. ആ നണ്ണിനെയും അവർ ജീവനോടുകൂടി മതിലിനുള്ളിൽ വെച്ച് മൂടി. യഥാർത്ഥത്തിൽ ഈ ഭീകര കഥയുടെ എല്ലാം തുടക്കം അവിടെ നിന്നാണ്. ആ നണ്ണിനെ മതിലിനുള്ളിൽ ജീവനോടെ അടച്ചവരിൽ ഓരോരുത്തരായി എല്ലാവരും അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ മരിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, ഈ മുഴുവൻ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയ ആ പ്രീസ്റ്റിനും പിന്നീട് ഭീകരമായ സംഭവങ്ങൾ നേരിടേണ്ടി വന്നു. അങ്ങനെ 1-2 വർഷം കഴിയുന്നതിനുള്ളിൽ തന്നെ ആ മുഴുവൻ സംഭവങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്ന പ്രീസ്റ്റിന്റെ വീടും തീ പിടിച്ച് ചാരമായി. ഈ ദുരന്തങ്ങൾക്ക് ശേഷം കുറച്ചു കാലം ആ പ്രദേശം ശാന്തമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആ പ്രീസ്റ്റ് താമസിച്ചിരുന്ന റെക്ടറി പൂർണ്ണമായും കത്തി നശിച്ചുവെന്ന്. വർഷങ്ങൾക്ക് ശേഷം ഒരു കുടുംബം അവിടെ പുതിയ കെട്ടിടം പണിയാൻ തുടങ്ങി. അവിടെ റെവറൻ ഫാദർ ഹെൻറിയും അദ്ദേഹത്തിന്റെ 14 ശിഷ്യന്മാരും താമസിക്കാൻ തുടങ്ങി. പക്ഷേ ആ റെക്ടറി പൂർണ്ണമായും നിർമ്മിച്ചു തീർന്ന അതേ ദിവസം മുതൽ തന്നെ അവിടെ ഭീകര സംഭവങ്ങൾ ആരംഭിച്ചു. വളരെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായി നടക്കാൻ തുടങ്ങി. ഒരു സംഭവം പറയാം. ഒരു ദിവസം അവിടെയുള്ള കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കെ അവർ ആ റെക്ടറിയിലെ വളരെ ഇരുണ്ട മുറിയിലേക്ക് കയറിപ്പോയി. അവർ ഉദ്ദേശപൂർവ്വം പോയതല്ല. കളിക്കിടെ അറിയാതെ അവരകത്ത് എത്തിപ്പെട്ടതാണ്. ആ മുറി മുഴുവനും ഇരുട്ടിൽ മുങ്ങിയിരുന്നു. അവിടെ ഒരു വാർഡ്രോബിനടുത്ത് ഒരു കറുത്ത നിഴൽ രൂപം നിൽക്കുന്നത് അവർ കണ്ടു. ആ രൂപം അല്പം ഇങ്ങനെ ഇളകിക്കൊണ്ടിരുന്നു. മുന്നോട്ടും പിന്നോട്ടും ചലിച്ചുകൊണ്ടിരുന്നു. അതെന്താണെന്ന് അറിയില്ല. പക്ഷേ അവിടെ എന്തോ ഉണ്ടെന്നുള്ളത് കുട്ടികൾക്ക് വ്യക്തമായി കാണാം. പിന്നീട് ആ രൂപം പതുക്കെ അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ആ സമയം തന്നെ എല്ലാ കുട്ടികളും ഭയത്തിൽ തളർന്നു പോയിരുന്നു. അവർക്കും ശരിക്കും ചലിക്കാൻ പോലും സാധിച്ചില്ല. അതൊരു മനുഷ്യനല്ല എന്ന് മാത്രം അവർക്ക് മനസ്സിലായി. അതേസമയം ഓരോ നിമിഷവും ആ നിഴൽ കൂടുതൽ അടുത്തേക്ക് വരികയായിരുന്നു. അവസാനം അത് അവരുടെ തൊട്ട് മുന്നിലെത്തി. പിന്നീട് പെട്ടെന്ന് ആ കുട്ടികൾ അവിടെ നിന്നും ഭയന്ന് നിലവിളിച്ചു പുറത്തേക്ക് ഓടി. മുന്നിൽ വന്ന പ്രീസ്റ്റ് അവരോട് ചോദിച്ചു, എന്ത് സംഭവിച്ചു? നിങ്ങൾ എന്തിനാണ് ഓടുന്നത്? എന്താണ് കണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളൊരു കറുത്ത നിഴൽ കണ്ടു. അതൊരു നണ്ണിന്റെ വസ്ത്രം ധരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ആ നിഴലിന് കാലുകളില്ലാത്ത ഒരു രൂപം, നിഴൽ, അതായിരുന്നു ഞങ്ങൾ കണ്ടത്. ഇക്കാര്യം റെവറൻ ഫാദർ ഹെൻറിയുടെ ചെവികളിലെത്തിയപ്പോൾ അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ, ഇതെല്ലാം നിങ്ങളുടെ ഭ്രമം മാത്രം, പേടിയുടെ ഫലമാണ്. പക്ഷെ ആ കുട്ടികൾ അവരുടെ വാക്കിൽ തന്നെ ഉറച്ചു നിന്നു. അവർ വീണ്ടും വീണ്ടും ഒരേ കാര്യം പറഞ്ഞു, ഞങ്ങൾ ശരിക്കും കണ്ടതാണ്. എന്നാൽ ഹെൻറിക്ക് ഒന്നും കാണാനായില്ല. അതിനാൽ അദ്ദേഹം വിചാരിച്ചത് ഇത് കുട്ടികളുടെ ഭ്രമം മാത്രമെന്ന്. അങ്ങനെ 37 വർഷങ്ങൾ കടന്നുപോയി. ഇപ്പൊ ഹെൻറിയുടെ റിട്ടയർമെന്റിന്റെ സമയമെത്തി. പഴയ കുട്ടികൾ എല്ലാവരും അവിടെ നിന്നും പോയി. പുതിയ കുട്ടികൾ ആ റെക്ടറിയിലേക്ക് എത്തി. പക്ഷെ ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? പുതിയ കുട്ടികളും ആദ്യ ദിവസം തന്നെ ഹെൻറിയോട് അതേ കാര്യം പറഞ്ഞു. ഇവിടെ ഒരു വയോധിക സ്ത്രീയുടെ ആത്മാവ് അലഞ്ഞു തിരിയുന്നു. അവൾക്ക് കാലുകളില്ല. അവളൊരു നണ്ണിന്റെ വേഷത്തിലാണ് നടക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഹെൻറിക്ക് ആദ്യമായി അസ്വസ്ഥത തോന്നി. കാരണം ഇത്രയും വർഷം അദ്ദേഹം ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഓരോ കുട്ടിയും അതേ രൂപത്തെക്കുറിച്ച് പറയുന്നു. ആരാണ് ആ നൺ? എൻ്റെ വീട്ടിൽ തന്നെയാണ് അവൾ അലഞ്ഞു തിരിയുന്നത്. പക്ഷെ എനിക്കൊന്നും കാണുന്നില്ല. അവസാനം ഹെൻറി റിസ്ക് ഒന്നും എടുക്കണ്ടായി തീരുമാനിച്ചു. അദ്ദേഹം എല്ലാ കുട്ടികളെയും അവിടെ നിന്നും മാറ്റി. എന്നിട്ട് അയാളും ആ വീട് വിട്ടുപോയി. കുറച്ചു കാലം ആ റെക്ടറിയിൽ ആരും താമസിച്ചില്ല. പിന്നീട് റെവറൻ സ്മിത്തും ഭാര്യയും ഇവിടെ താമസിക്കാൻ തുടങ്ങി. അവർ പുതുതായി വന്നതിനാൽ ആ വീട് മുഴുവൻ വൃത്തിയാക്കാൻ തുടങ്ങി. ഒരു ദിവസം സ്മിത്തിന്റെ ഭാര്യ വീട് ക്ലീൻ ചെയ്യുന്നതിനിടയിൽ അവൾക്കൊരു മനുഷ്യന്റെ തലയോട്ടി കിട്ടി. അത് കണ്ടപ്പോൾ അവൾ അല്പം ഭയന്നു. പക്ഷേ അവൾ അതിനെ അധികം ശ്രദ്ധിച്ചില്ല, അവഗണിച്ചു. പക്ഷേ ആ തലയോട്ടി കിട്ടിയത് മുതൽ എല്ലാ രാത്രികളിലും ആ റെക്ടറിയിൽ വിചിത്ര സംഭവങ്ങൾ ആരംഭിച്ചു. വീട്ടിൽ ആരുമില്ലാത്തപ്പോഴും ആരോ നടക്കുന്ന ശബ്ദം കേൾക്കാം. ഒരിക്കൽ ഓടുന്ന ശബ്ദം, ഒരിക്കൽ കരച്ചിൽ, ഒരിക്കൽ ഭയപ്പെടുത്തുന്ന ചിരി. അവർക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ ഏതോ ഒരു സ്ത്രീയുടെ ആത്മാവുണ്ട്. നമ്മളെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ അവൾ അനുവദിക്കുന്നില്ല. അവൾ നമ്മളെ വേട്ടയാടുകയാണ്. ഒരുപക്ഷെ നമ്മളെ കൊല്ലാൻ പോലും ആ ആത്മാവ് ശ്രമിക്കും. ഇപ്പോൾ റെവറൻ സ്മിത്തിന്റെ ഭാര്യ അത്രയും ഭയന്നു പോയിരുന്നു. അവൾക്കിനി അവിടെ താമസിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി. അവൾക്ക് തോന്നി, ഇതെല്ലാം ആരോടെങ്കിലും പറയണം. കാരണം നമ്മൾ പോയതിനു ശേഷം മറ്റൊരു കുടുംബം ഇവിടെ വന്നാൽ അവർക്കും ഇതേ ദുരന്തം നേരിടേണ്ടി വരും. അങ്ങനെ അവർ UK പ്രശസ്ത പത്രമായ ഡെയിലി മിററിൽ ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞു.
ആ സമയത്ത് ഡെയിലി മിററിനും തോന്നിയിരുന്നു ഇംഗ്ലണ്ടിലെ ഈ ബോർലി ചർച്ചിൽ എന്തോ ദുരൂഹമായ ശക്തിയുണ്ട്. അത് ആളുകളെ അവിടെ താമസിക്കാൻ അനുവദിക്കുന്നില്ല. അവിടെ വരുന്ന എല്ലാവരും ഒടുവിൽ ഭയന്ന് മടങ്ങി പോവുകയാണ്. ആർക്കും അവിടെ അധിക കാലമൊന്നും തങ്ങാൻ കഴിയുന്നില്ല. അപകടങ്ങളും വിചിത്ര സംഭവങ്ങളും ഒരിക്കലും അവസാനിച്ചില്ല. അതിനുശേഷം ഈ ഡെയിലി മിറർ തന്നെ സഹായിക്കാനായി മുന്നോട്ട് വന്നു. അന്ന് UK വളരെ പ്രശസ്തമായ ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഹാരി പ്രൈസ്. അവർ ഹാരി പ്രൈസിനെ ബന്ധപ്പെട്ടു. പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റർമാർ പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആത്മാക്കളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അവരതിലൂടെ അറിയാൻ ശ്രമിക്കുന്നത് ആത്മാവിന്റെ വേദന എന്താണ്, അവരെന്തുകൊണ്ടാണ് ഇവിടെ തുടരുന്നത്, അവർക്ക് മോചനം വേണോ, ഇതൊക്കെയാണ്. അങ്ങനെ ഹാരി പ്രൈസും ആ റെക്ടറിയിലേക്ക് പോയി. അവിടെ എത്തിയ ശേഷം ആ നണ്ണിന്റെ ആത്മാവുമായി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അവിടെ നടന്നത് എല്ലാവരെയും ഞെട്ടിച്ചു. ആ ആത്മാവ് പ്രതികരിക്കാതിരുന്നതല്ല. ഹാരിയുടെ മുന്നിലുണ്ടായിരുന്ന ഒരു കണ്ണാടിയിൽ ആത്മാവ് തൻ്റെ സന്ദേശങ്ങളെല്ലാം എഴുതി വെച്ചു. അതെ, ഒരാത്മാവ് നേരിട്ട് മിററിന് മുകളിൽ സന്ദേശങ്ങൾ എഴുതിയതായി പറയപ്പെടുന്നു. ആ സംഭവം വളരെ വേഗം മുഴുവൻ UK വാർത്തയായി മാറി. മുഴുവൻ UK ആകെയും ഈ വാർത്ത പടർന്നു. ഈ ബോർലി ചർച്ചിന്റെ റെക്ടറിയിൽ മനുഷ്യർ മാത്രമല്ല, ആത്മാക്കളും താമസിക്കുന്നു. ആത്മാക്കളുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങി. എന്നിരുന്നാലും സ്മിത്തിന്റെ കുടുംബം വർഷങ്ങളോളം അവിടെ തന്നെ തുടരുകയായിരുന്നു. പക്ഷേ ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ ആ ഭീകര സംഭവങ്ങളെല്ലാം പരിധി കടക്കാൻ തുടങ്ങി. ഓരോ ദിവസവും പുതിയ ദുരന്തങ്ങൾ. അവസാനം സ്മിത്തും കുടുംബവും തീരുമാനിച്ചു, ഇനി ഇതെല്ലാം സഹിക്കാൻ കഴിയില്ല, നമ്മൾ ഇവിടെ നിന്നും പോകണം. അങ്ങനെ അവർ ആ വീട് വിട്ട് മറ്റൊരിടത്തേക്ക് മാറി. പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല. അതിനുശേഷം മറ്റൊരു കുടുംബം ആ റെക്ടറിയിൽ താമസിക്കാൻ വന്നു. പക്ഷേ അവരുടെ അനുഭവവും അതുപോലെ തന്നെയായിരുന്നു. അർദ്ധരാത്രി ആകുമ്പോൾ ആരോ ഒരു സ്ത്രീ കരയുന്ന ശബ്ദം മുഴുവൻ വീട്ടിലും കേൾക്കാം. അവർക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. വീണ്ടും ഹാരി പ്രൈസിനെ സഹായിക്കാൻ വിളിച്ചു. അദ്ദേഹം ആ വീട്ടിൽ കണ്ട ഈ വാൾ റൈറ്റിങ്ങുകളും സന്ദേശങ്ങളും പഠിച്ചു. അവയെ അടിസ്ഥാനമാക്കിയ നണ്ണിന്റെ അസ്ഥിക്കൂടം എവിടെയാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും ഒന്നും മാറിയില്ല. നണ്ണിന്റെ ആത്മാവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞു. അവളുടെ അസ്ഥിക്കൂടം പോലും കണ്ടെത്തി. പക്ഷേ അവൾ ആ സ്ഥലം വിട്ടു പോകാൻ തയ്യാറായിരുന്നില്ല. അതിനിടെ വീണ്ടും വലിയൊരു ദുരന്തം നടന്നു. വർഷങ്ങൾക്ക് മുൻപ് പോലെ തന്നെയായിരുന്നു അത്. ബോർലി റെക്ടറി വീട് തീ പിടിച്ച് കത്തി നശിച്ചു. 1939 ആ വീട് വീണ്ടും ചാരമായി മാറി. ഇപ്പോൾ അതൊരു ശൂന്യമായ സ്ഥലമായി മാറി. പക്ഷെ അതിനുശേഷവും ആ നണ്ണിന്റെ ഹോണ്ടിങ് അവസാനിച്ചില്ല. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം പരിധി കടന്നു. കാരണം ആ ആത്മാവിനി റെക്ടറിയിൽ മാത്രമല്ല, ചർച്ചിനകത്തും അലഞ്ഞു തിരിയാൻ തുടങ്ങി. ചിന്തിച്ചു നോക്കുക, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വിശുദ്ധ സ്ഥലത്തിനകത്തു പോലും ആ ആത്മാവ് ഭയമില്ലാതെ അലഞ്ഞു തിരിയുന്നു. അപ്പോൾ അതെത്ര ഭീകരമായൊരു ശക്തിയാകാം. ആളുകൾക്ക് അത്രയും പേടിയായി. വൈകുന്നേരത്തിന് ശേഷം ആരും ആ ചർച്ചിനടുത്തേക്ക് പോലും പോകാറില്ല. ആളുകൾ ആ ചർച്ചിനെ തിരിഞ്ഞു നോക്കാൻ പോലും ഭയപ്പെട്ടു. അത്രയും വലിയ ഭീതിയായിരുന്നു അവരുടെ മനസ്സിൽ. അവിടെ പോകുന്നത് രാവിലെ മാത്രം, പ്രാർത്ഥിക്കും, അതിനുശേഷം ഉടൻ തിരികെ വരും. അതായിരുന്നു അവിടുത്തെ ആളുകളുടെ ജീവിത രീതി. ഞാൻ ഈ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 1979 എഡും ലൊറൈനും അവിടെ എത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് വെറും കഥകളല്ല. കാരണം ഇപ്പോൾ ലൊറൈന് വ്യക്തമായി ഒരു കണക്ഷൻ അനുഭവപ്പെട്ടു. ഒരു ഉപകരണവും ഉപയോഗിക്കാതെ തന്നെ അവൾക്ക് തോന്നി, ഇവിടെ എന്തോ ഒരു ശക്തിയുണ്ട്, അതെന്നോട് ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ്, എൻ്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷമാണ് ആ പ്രീസ്റ്റ് മുഴുവൻ ചരിത്രവും വിശദമായി പറഞ്ഞു കൊടുത്തത്. ഇത് കേട്ടപ്പോൾ എഡിനും ഭയം തോന്നാൻ തുടങ്ങി. അദ്ദേഹം ചിന്തിച്ചു, എത്രയും വേഗം നമ്മൾ ഈ ചർച്ചിൽ നിന്നും പുറത്തേക്ക് പോകണം. ഇവിടെ എന്തും സംഭവിക്കാം, എന്ത് സംഭവിക്കുമെന്നേ അറിയില്ല. കാരണം ലൊറൈൻ അനുഭവിച്ചു കൊണ്ടിരുന്നത് യഥാർത്ഥമായിരുന്നു. അവൾക്ക് ആ സാന്നിധ്യം വ്യക്തമായി ഫീൽ ചെയ്തു. എഡും ലൊറൈനും ജീവിതത്തിൽ അനവധി പാരനോർമൽ കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേസ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഭീകരമായ കേസുകളിൽ ഒന്നായി മാറി. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ ആ ചർച്ച വിട്ടു പോയതോടെ എല്ലാം അവസാനിച്ചു എന്ന്? ഇല്ല, ആ സംഭവങ്ങളൊന്നും ഒരിക്കലും അവരെ വിട്ടു മാറിയില്ല. ലൊറൈൻ വീട്ടിലേക്ക് മടങ്ങിയതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ സ്വന്തം ലിവിംഗ് റൂമിൽ അതിനെ വീണ്ടും കണ്ടു. ഒരു നിഴൽ രൂപം, ഒരു വയോധിക സ്ത്രീ, നണ്ണിന്റെ വസ്ത്രം ധരിച്ച് ഭയപ്പെടുത്തുന്ന ഒരു രൂപം. അത് നേരെ വന്ന് അവളുടെ മുന്നിൽ നിന്നു. അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങളൊന്നും അവസാനിച്ചില്ല. വീണ്ടും വീണ്ടും അവൾക്ക് അതേ അനുഭവങ്ങൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നു. പക്ഷേ അവസാനം ലൊറൈൻ തൻ്റെ മുഴുവൻ ആത്മശക്തിയും ഉപയോഗിച്ച് ആ ആത്മാവിനെ എക്സോസ് ചെയ്യാൻ ശ്രമിച്ചു. അവൾ പറഞ്ഞു, നീ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരികെ പോവുക. അതുകൊണ്ടാണ് ആ നണ്ണിന്റെ ആത്മാവിന് വീണ്ടും ലൊറൈനെ ബാധിക്കാൻ കഴിയാതിരുന്നത്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ കാര്യമാണ്. നമ്മൾ ദ നൺ, അന്നബെല്ല, ദ കോൺജറിംഗ് പോലുള്ള സിനിമകളിലൊക്കെ ഈ കഥകൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ സിനിമകൾ വേറെയാണ്, യാഥാർത്ഥ്യം വേറെയാണ്. യാഥാർത്ഥ്യം അതിലും ഭീകരമായിരിക്കാം. ഒരുപക്ഷെ ഇന്നും ആ നണ്ണിന്റെ ആത്മാവ് ആ തകർന്ന റെക്ടറിയിൽ ഉണ്ടാകാം. ആരെങ്കിലും വീണ്ടും ആ സ്ഥലത്തെ
താമസിക്കാൻ കഴിയുന്ന ഒരു വീടാക്കി മാറ്റും എന്നൊരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാകും. കാരണം അവൾക്ക് വീണ്ടും അതേ കാര്യമാണ് ചെയ്യാനുള്ളത്, ആളുകളുടെ ഹൃദയത്തെ വീണ്ടും വീണ്ടും ഭയം കൊണ്ട് നിറയ്ക്കുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയാം. ഇങ്ങനെയുള്ള ഹൊറർ വീഡിയോസ് കൂടുതലായും ചെയ്യണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അതും പറയാം. പോകുന്നതിന് മുൻപായി ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ലൈക്കും കമൻസും ഒക്കെ എനിക്ക് ഒരുപാട് പ്രചോദനമായിരിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.